നമസ്കാരം എല്ലാ കുട്ടികൾക്കും. ഇന്ന് തിങ്കളാഴ്ചയായിട്ട് പൂജയൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഇപ്പം പൂജയൊപ്പൊന്നും അല്ലേ, ഓണമെന്നോ ക്രിസ്മസോ ഒന്നും ഇല്ല, നമ്മൾ അറിയുന്നുമില്ല ദിവസങ്ങൾ ഏതാണെന്ന് പോലും. സത്യമില്ല, എല്ലാ കുട്ടികൾക്കും എല്ലാ മനുഷ്യർക്കും അങ്ങനെ തന്നെ, ഏതൊക്കെ ദിവസം അറിയത്തില്ല. അന്നേരം പൂജയുടെ ദിവസം ആയതുകൊണ്ടാണ് ഇന്നത്തെ ക്ലാസ് ഞാൻ അങ്ങ് ഓഫ് ചെയ്തത്. അന്നേരം നമ്മൾ ആദ്യമായിട്ടൊന്നും തിങ്കളാഴ്ച ദിവസം ക്ലാസ് കാണും. അന്നേരം ഈ ആഴ്ച ഇന്ന് ഉണ്ട്, നാളെ ചൊവ്വാഴ്ചയുണ്ട് റെഗുലർ ക്ലാസ്, നമ്മുടെ ചൊവ്വാഴ്ചയും ശനിയാഴ്ചയുള്ള ക്ലാസ് ഉണ്ട്. കാരണം മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ് എന്ന് പറയുന്ന ഭീമനെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ എല്ലാ ഫീസ് സ്ട്രക്ചറിനെ കുറിച്ചും എൻ്റെ ഓൺലൈൻ +2 +1 രജിസ്ട്രേഷനെ കുറിച്ചെല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ വീഡിയോ ഇട്ട് കഴിഞ്ഞു ഓൾറെഡി. കാരണം ഒരുപാട് പേർക്കുള്ള സംശയങ്ങൾ, എത്രയാണ് ഫീസ്, എല്ലാ നിങ്ങളുടെ വീഡിയോ നോക്കുമ്പോഴും നിങ്ങൾ യൂട്യൂബിൻ്റെ നോക്കുമ്പോഴും സംശയങ്ങളുണ്ട്. ഇപ്പം പോലും പലരും ചോദിക്കുന്ന ഒരുപാട് ചോദ്യങ്ങൾ ചെറുതായിട്ടൊന്ന് പറയാൻ ഞാൻ പെട്ടെന്ന് ക്ലാസ്സിലോട്ട് കയറുകയാണ്. നിങ്ങളുടെ +2 ഓൺലൈൻ രജിസ്ട്രേഷൻ 12th ബാച്ച് ഇപ്പം 12ാമത്തെ ബാച്ചാണ്. കേരളത്തിനകത്തും പുറത്തുനിന്നുള്ള കുട്ടികളുണ്ട് ദൈവം സാധിച്ച്. അന്നേരം അവർക്ക് വേണ്ടി അവർ കൃത്യമായിട്ട് നടന്നു പോകുന്നത്. കുറേ പേര് കഴിഞ്ഞ ദിവസം വീണ്ടും ചോദിച്ചൊരു സംശയം, സാറേ ഇപ്പം ചേരുന്ന കുട്ടികൾക്ക്, ഇപ്പം പുത്തനായിട്ട് ചേരുന്ന കുട്ടികൾക്ക് ആദ്യം മുതലുള്ള ക്ലാസ് ഉറപ്പായിട്ടും ഇപ്പം ഈ കാണുന്ന കുട്ടികൾ എത്രയോ പേര് ചേർന്നവരുണ്ട്, ഒരുപാട് പേര്, കേരളത്തിലെ ഇഷ്ടം പോലെ കുട്ടികൾ, എല്ലാ ജില്ലകളിലെയും കുട്ടികൾ ഇഷ്ടം പോലെ പേരുണ്ട്. അതിന് വലിയ ഭാഗ്യമായിട്ട് ഞാനും കരുതുകയാണ്. അന്നേരം അതിനുള്ള ഇതെന്ന് പറഞ്ഞാൽ എന്ന് നിങ്ങൾ ക്ലാസ് ചേരുന്നു അന്ന് ഇതുവരെയുള്ള ക്ലാസ്സും ഫുള്ള് നോട്ട്സ് ഇല്ലേ. ഞാൻ കഴിഞ്ഞ ദിവസം ഫീസ് പറയുമ്പോൾ തന്നെ 2000 രൂപയാണ് ഒരു വർഷത്തെ 2 ടെക്സ്റ്റ് തീർക്കുന്നതിനും ഫുള്ള് ക്ലാസ്സിനും ഫുള്ള് നോട്ട്സിനും ഇന്ററാക്റ്റീവ് സെഷൻ, ഡൗട്ട് ക്ലിയറൻസ് എല്ലാം കൂടെ 2000 രൂപ മാത്രമേ ഞാൻ മേടിക്കുന്നുള്ളൂ എന്ന് പറയുമ്പോൾ ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഇന്ന് തന്നെ ഒരു കോഡ് വന്നപ്പോൾ ഒരുപാട് പേര് ചോദിക്കാത്തവരുണ്ട്, ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, സാർ 2000 എന്ന് പറഞ്ഞാൽ ഒരു മാസത്തേക്കാണോ? അല്ല, പരീക്ഷ നിങ്ങളുടെ തീരുന്ന വരെയുള്ള ഫുള്ള് ഫീസാണ് 2000 രൂപ. കാരണം വേറെ ഒന്നും കൊണ്ടല്ല അതങ്ങനെ വെച്ചത്. ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോക്കത് പറഞ്ഞതാണ്, ഒരു നോർമൽ ആൾക്കാർ, നോർമൽ എന്ന് പറഞ്ഞാൽ സാധാരണപ്പെട്ട ഒരു ഫാമിലിയിലുള്ള കുട്ടിക്ക് ഗ്രീസാറിന്റെ ക്ലാസ് ഇഷ്ടപ്പെടുന്നെങ്കിൽ അവർക്ക് ചേരാൻ വേണ്ടിയുടെ മാത്രമാണ്. ഒരു ഹൈഫൈ ഫാമിലി ആണെങ്കിൽ, സാധാരണപ്പെട്ട ഫാമിലി ആണെങ്കിൽ ഇപ്പോൾ 5000 രൂപ ഞാൻ വെച്ചാൽ ഉറപ്പായിട്ടും ചേരുന്ന കാണും, 7000 രൂപ വെച്ചാൽ ചേരുന്നത് ഉറപ്പായിട്ടും കാണും, ഉറപ്പായിട്ട് സംശയമില്ലാതെ കാണും. പക്ഷെ 2000 വെച്ചത് എല്ലാവർക്കും ഒരു ഫീസിബിൾ ആയിട്ടുള്ള നോർമലായിട്ടുള്ള ഫീസ്, എല്ലാവർക്കും ഫിസിക്സ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പഠിക്കണം എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചത്. കാരണം ഇതിന്റെ എഫേർട്ട് നിങ്ങളൊക്കെ ഉദ്ദേശിക്കുന്നതിൽ 100 ഇരട്ടിയാണ്. എനിക്ക് അവധികളില്ല, ഞാൻ വളരെ എഫേർട്ട് നന്നായിട്ട് എടുത്താണ് ഇത്, സമയം നന്നായിട്ട് എടുത്തിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. ഇപ്പൊ എൻ്റെ ഓഫ്ലൈൻ കുട്ടികൾക്കാണെങ്കിൽ ഇത് പ്രാക്ടിക്കലുണ്ട് ഓൾറെഡി, ഓൺലൈനും ഓഫ്ലൈനും എടുക്കണം, ഓഫ്ലൈനും എടുക്കണം. ഓൺലൈൻ കുട്ടികൾക്ക് ചെയ്യുന്ന എല്ലാ ക്രൈറ്റീരിയയും, ഒരു ആപ്ലിക്കേഷൻ അല്ലാത്ത രീതിയിൽ എല്ലാ രീതിയിലുള്ള ക്രൈറ്റീരിയ. കാരണം എൻ്റെ നോട്ട്സിനകത്ത് ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് ഉണ്ട്, എൻട്രൻസ് ഓറിയന്റഡ് ആയിട്ടായിരിക്കും ഞാൻ പഠിപ്പിക്കുന്നത്. ഇപ്പം ചേർന്ന കുട്ടികൾക്ക് എല്ലാം കൃത്യമായിട്ട് അറിയിക്കും, നന്നായിട്ട് പഠിച്ചു പോകുന്നു. ഞാൻ എല്ലാം വളരെ ശ്രദ്ധിച്ച് നോക്കുന്ന ഒരാളാണ്. പിന്നെ ഇന്ററാക്റ്റീവ് സെഷൻ ഉണ്ട്, നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ബൂസ്റ്റപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണല്ലോ, മോട്ടിവേറ്റ് ചെയ്യുന്ന സംഭവം. ഡൗട്ട് ക്ലിയറൻസ് ഉണ്ട്, ടെസ്റ്റ് പേപ്പേഴ്സ് ഒരു ടെസ്റ്റ് പേപ്പർ കഴിഞ്ഞു. ഇപ്പം ചേരുന്ന കുട്ടികളും തുടങ്ങിയതിലേ ഉള്ളൂ. കാരണം 15 ചാപ്റ്ററാണ് നിങ്ങളിലേക്ക് മുന്നോട്ട് കിടക്കുന്ന 15 ചാപ്റ്ററാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് ഞാൻ നവംബർ 5 കൊണ്ട് ക്ലോസ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുക, നവംബർ 5 മാക്സിമം. കാരണം അതുവരെ ഞാൻ നവംബർ 5 കൊണ്ട് ഞാൻ +2 അഡ്മിഷൻ ക്ലോസ് ചെയ്യാനാണ്. +1 ചേരുന്നവർക്ക് ധൈര്യമായിട്ട് തന്നെ വിളിക്കാം, മെസ്സേജ് ചെയ്യാം, ചേരുക. നല്ല മാർക്ക് കിട്ടാൻ ഉറപ്പിച്ച് എന്നെ കൊണ്ട് ചെയ്യാവുന്നതിന്റെ മാക്സിമം നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്യും. അതിനകത്ത് ഒരു പ്രശ്നമില്ല. 2000 രൂപ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയത്തില്ലേ, ഒരു 3 മാസം റീചാർജ് ചെയ്യില്ല, അല്ലെങ്കിൽ ഒരു വർഷം റീചാർജ് ചെയ്യാനുള്ള പൈസ പോലും ആകുന്നില്ല. 2000 എന്ന് പറഞ്ഞാൽ നമ്മളെ സത്യം പറഞ്ഞാൽ വലിയ തുകയേ അല്ല, ഒരിക്കലും വലിയ തുകയില്ല. ഓരോ രൂപയ്ക്ക് നമ്മൾ മൂല്യം കൽപ്പിക്കുന്നെങ്കിൽ പോലും ഫീസ് എന്ന് പറയുന്നത് അധ്യാപകർക്ക് നമുക്ക് ഒരിക്കലും നമ്മൾ പറയത്തില്ലേ, ഒരിക്കലും ഇത് ചെയ്യരുത്, നമ്മൾ ബാർഗെയിൻ ചെയ്യാൻ പാടില്ലാത്ത സാധനമാണ് എഡ്യൂക്കേഷൻ. അവിടെയാണ് ഏറ്റവും നോർമൽ ഫീസ് ചെയ്യാൻ വെച്ചേക്കുന്നത്. ഈ ഒരു കൊറോണ ബാധിച്ച് ഒരുപാട് പേര്. കാരണം ഇത്രയാണ്, എല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇതൊക്കെ ആണ് നിങ്ങളുടെ ഓൺലൈനിലെ എല്ലാ ഫെസിലിറ്റീസും ഒരുക്കിയിട്ടുള്ള ഓൺലൈൻ ക്ലാസ് ആണ് +2 ഓൺലൈൻ. നല്ല രീതിയിൽ നിങ്ങൾക്ക് ഇതാകും, ഒരു ഫാമിലി പോലാണ്. എനിക്ക് ഇരിക്കുന്ന കാണുന്ന കുട്ടികൾക്ക് ഫാമിലി പോലാണ് +2 ഓൺലൈൻ പോകുന്നത്. നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. അതുപോലെ തന്നെ +1 മുന്നോട്ട് പോകുന്നു. കാരണം നിങ്ങൾക്ക് ചെയ്തവർക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാം. നവംബർ 5 ക്ലാസ്. ഓക്കെ, അന്നേരം നന്നായിട്ട് പഠിക്കുക. പരീക്ഷയെക്കുറിച്ച് നിങ്ങൾ ഇപ്പം ഇനി ചിന്തിക്കേണ്ട ആവശ്യകത, എത്രയും പെട്ടെന്ന് പരീക്ഷ വരുമ്പോൾ അതിനുവേണ്ടി പ്രിപ്പയർ ആകാൻ വേണ്ടി പഠിക്കണം. ഇത് മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ് എന്ന് പറയുന്നത് വലിയൊരു ചാപ്റ്ററാണ് നമ്മൾ
എടുത്തേക്കുന്നത്. ഇന്ന് കഴിഞ്ഞ ദിവസം ഞാനത് കുറേ ടോപ്പിക്കുകൾ ഞാൻ പഠിപ്പിച്ചു തന്നു. പാസ്കൽസ് ലോ, റെയ്നോൾഡ്സ് നമ്പർ, ക്രിട്ടിക്കൽ വെലോസിറ്റി, കുറേ ടോപ്പിക്കുകൾ ആദ്യത്തെ ക്ലാസ് ഞാൻ എടുത്തു തന്നു. നിങ്ങൾ കണ്ട് നല്ല വൃത്തിയായിട്ട് പഠിക്കുക. ഇപ്പോഴും തുടങ്ങിയിട്ടുള്ള ഒരുപാട് കുട്ടികളുണ്ട്, ആരെയും കുറ്റം പറയുന്നില്ല, തുടങ്ങി നല്ല വൃത്തിയായിട്ട് ചെയ്ത് പഠിക്കുക. 26 വീഡിയോ പ്ലേലിസ്റ്റ് ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് എൻ്റെ യൂട്യൂബിന്റെ ഗ്രീഷ് ഫിസിക്സ് എന്ന് നോക്കിയിട്ട് നിങ്ങൾ ഹോം വീഡിയോസ് എന്നിട്ട് പ്ലേലിസ്റ്റ് കൃത്യം 26 വീഡിയോസും കഴിഞ്ഞ ദിവസം വരെയുള്ള വീഡിയോസ് അതിനകത്ത് കൃത്യമായിട്ട് ഇടപെടും. അങ്ങനെ നിങ്ങൾക്ക് പഠിക്കാൻ ഒരു ബുദ്ധിമുട്ടൊന്നും വേണ്ട. പ്ലേലിസ്റ്റ് ഉണ്ടാക്കാൻ വലിയ പാടൊന്നുമില്ല, എന്നാൽ പോലും അത് കൃത്യമായിട്ട് ഇടപെടാം. അന്നേരം നമുക്ക് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്, ആദ്യം പഠിക്കാൻ തുടങ്ങുന്നത് ടെൻഷനാണ്. ടെൻഷൻ എന്ന് പറയുമ്പോൾ സർഫസ് ടെൻഷനാണ്. വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. പലരും തള്ളിക്കളയുന്ന ടോപ്പിക്ക് നല്ല പലരും നിസ്സാരമായിട്ട് വരുന്ന ടോപ്പിക്കാണ് സർഫസ് ടെൻഷൻ, സർഫസ് എനർജി. സർഫസ് ടെൻഷൻ ഈസ് ന്യൂമറിക്കലി ഈക്വൽ ടു സർഫസ് എനർജി. അതിൻ്റെ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ്, കുറേ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ്. എൻ്റെ മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സിൻ്റെ നോട്ട് നിങ്ങൾ കാണുമ്പോൾ, അതാണ് +2 +1 ഞാൻ നോട്ടിനകത്ത് ഒരുപാട് സിമ്പിളായിട്ട് എന്നാൽ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടായിരിക്കും. നോട്ട്സിനകത്ത് നിങ്ങൾ കാണുമ്പോൾ ഓരോ ഇതിനും അതിനോട് ചേർന്ന് തന്നെ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് ഇഷ്ടം പോലെ ഉണ്ട്, അല്ലാതെയും എല്ലാം പഠിക്കുക, നന്നായിട്ട് പഠിക്കുക. അത് തുടങ്ങാം. ഓക്കെ, സ്റ്റാർട്ട്. 1 2 3. ഓക്കെ, നമുക്ക് തുടങ്ങാം. സർഫസ് ടെൻഷൻ. നമുക്ക് ടെൻഷൻ ഉണ്ടാവില്ലേ? ഇപ്പൊ പഠിക്കുന്ന നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാകും, എല്ലാവരും ടെൻഷൻ ഉണ്ട്. പലരും ടെൻഷൻ പറയത്തില്ല, ചില ടെൻഷൻ ഇല്ലാതെ പഠിക്കും. ടെൻഷൻ ഇല്ലാതാണ് പഠിക്കാൻ, അല്ലേ? അന്നേരം എല്ലാത്തിനും, എല്ലാ വസ്തുക്കൾക്കും, എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാം ടെൻഷൻ ഉണ്ട്. അന്നേരം നിങ്ങൾ സർഫസ് ടെൻഷൻ എന്ന് പറഞ്ഞാൽ സർഫസിനുണ്ടാകുന്ന ടെൻഷൻ എന്നാണ്. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നല്ല വൃത്തിയായിട്ട് നമുക്ക് പഠിക്കാം. ഒരു ചെറിയൊരു ബീക്കർ ഞാൻ വരച്ചിട്ടുണ്ട്. എന്റെ രീതിയിലുള്ള ഒരു ബീക്കറാണ് കേട്ടോ. ഈ ബീക്കറിനകത്ത് നിങ്ങൾക്കറിയാം, അതിനകത്ത് വെള്ളം നിറച്ചിട്ടുണ്ട്, മൊത്തം വെള്ളം നിറച്ചിട്ടുണ്ട്. അതിനകത്ത് ഒരുപാട് വാട്ടർ മോളിക്യൂൾസ്, സ്വാഭാവികമായിട്ട് മോളിക്യൂൾസ് ഉണ്ടോ? വാട്ടർ ഉണ്ടെങ്കിൽ എന്തായാലും വാട്ടർ മോളിക്യൂൾസ് ഉണ്ട്. ഇവിടെ ഇരിക്കുന്ന ഒരു വാട്ടർ മോളിക്യൂളിന് ഇമാജിൻ, ഇവിടെ ഇരിക്കുന്ന ഒരു വാട്ടർ മോളിക്യൂളിന് എല്ലായിടത്തോട്ടും ഫോഴ്സ് ആക്ട് ചെയ്യാം. മുകളിലോട്ട് ആക്ട് ചെയ്യാം, എല്ലാ സൈഡിലോട്ടും ആക്ട് ചെയ്യാം ഫോഴ്സ്, ഒരു പ്രശ്നമില്ല. ഇതിന് മുകളിലിരിക്കുന്ന ഒരു വാട്ടർ മോളിക്യൂളിനാണെങ്കിലും എല്ലായിടത്തോട്ടും ആക്ട് ചെയ്യും. എന്നാൽ ഈ സർഫസിലിരിക്കുന്ന ആ വാട്ടർ മോളിക്യൂളിന് എല്ലായിടത്തോട്ടും ഫോഴ്സ് ആക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കി. താഴോട്ട് പറ്റും, ഡൗൺ വേർഡ് പറ്റും, സൈഡ് വൈസ് പറ്റും, മുകളിലോട്ട് പറ്റത്തില്ല, കാരണം ഇത് സർഫസാണ്, മുകളിലോട്ട് പറ്റത്തില്ല. അന്നേരം ഒരു യൂണിറ്റ് ലെങ്തിലുള്ള, സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഒരു യൂണിറ്റ് ലെങ്തിലുള്ള ഫോഴ്സിനെ പറയുന്ന പേരാണ് സർഫസ് ടെൻഷൻ. അതിന് കൃത്യമായിട്ട് ഡെഫിനിഷൻ ഞാൻ കൃത്യമായിട്ട് ഇതിനകത്ത് പറഞ്ഞു വന്നിട്ടുണ്ട്. യൂണിറ്റ് ലെങ്തിലുള്ള ഫോഴ്സിനെ പറയുന്നത്, യൂണിറ്റ് ലെങ്തിൽ അനുഭവപ്പെടുന്ന ഒരു ഫോഴ്സിനെ പറയുന്ന പേരാണ് സർഫസ് ടെൻഷൻ. ഇതിന്റെ ആപ്ലിക്കേഷൻ ഒക്കെ കിടിലൻ ആപ്ലിക്കേഷൻ ഉണ്ട്. കുറേയൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും, കുറേ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയത്തില്ലാത്തതായിരിക്കും. ഇതിപ്പോൾ എല്ലാം അറിയുന്നവരാണ്. ഓക്കെ, എന്തായാലും പഠിക്കാം. അന്നേരം സർഫസ് ടെൻഷൻ എന്ന് പറയുമ്പം ഇതല്ല ഈ ആരോമാർക്കെല്ലാം സൂചിപ്പിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോഴ്സിനെയാണ് കേട്ടോ. അന്നേരം സർഫസ് ടെൻഷൻ ഈസ് ഈക്വൽ ടു എന്താണ്? ഫോഴ്സ് ബൈ ലെങ്ത്. ഫോഴ്സ് ബൈ ലെങ്ത്. ഈ ഇക്വേഷൻ പഠിച്ചു വെക്കണം, വളരെ ഇമ്പോർട്ടന്റ്. സർഫസ് ടെൻഷൻ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ലെങ്ത്. Then what is the unit and what is the dimension? Force by length. That is surface tension unit. Force in the unit എന്താണ്? Newton by length in the meter. That is Newton per meter. അല്ലെങ്കിൽ or Newton meter raised to -1. അത് രസത്തിന് വേണ്ടി എഴുതുന്നതാണ്. meter raised to 1 മോളിൽ പോയി meter raised to -1 ആവും. Then Newton meter raised to -1. അന്നേരം യൂണിറ്റ് ഓഫ് സർഫസ് ടെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ Newton per meter or Newton meter raised to -1. And what is its dimension? എല്ലാം പഠിപ്പിക്കുമ്പോൾ എല്ലാം പറഞ്ഞു പോകണം, അല്ലെ? എല്ലാം പഠിച്ചു പോകണം. ഡയമെൻഷൻ ഈസ്, ഫോഴ്സിന്റെ ഡയമെൻഷൻ എന്താണ്? mlt raised to -2 ബൈ ലെങ്തിന്റെ എല്ലും വെട്ടിക്കൽ. എന്ത് രസമുണ്ടേ? mt raised to -2. mt raised to -2 ഉറങ്ങല്ലേ, പ്രത്യേകം ഒഴിയണം. mt raised to -2. ഞാൻ സർഫസ് ടെൻഷനെ കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് കിട്ടും. എന്താണ് സർഫസ് ടെൻഷൻ, എന്താണ് അതിന്റെ യൂണിറ്റ്, എന്താണ് അതിന്റെ ഡയമെൻഷൻ. സർഫസ് ടെൻഷൻ ചോദിക്കുകയാണെങ്കിൽ ഈ ഫിഗർ നിങ്ങൾ വൃത്തിയായിട്ട് കുറച്ചുകൂടെ വൃത്തിയായിട്ട് വെച്ചു കേട്ടോ.
നല്ലൊരു ഫ്ലാസ്ക് ഒക്കെ നിങ്ങൾ എടുത്തു. ഫ്ലാസ്ക് ഒക്കെ എടുത്ത് നല്ല വൃത്തിയായിട്ട് നല്ലൊരു കണ്ടെയ്നർ ഒക്കെ വെച്ച് വെള്ളമൊക്കെ നിറച്ചു. എന്നാലും കൃത്യമായിട്ട് കാര്യങ്ങളെല്ലാം മനസ്സിലായല്ലോ. എന്താണ് സർഫസ് ടെൻഷൻ ആൻഡ് ഇക്വേഷൻ, യൂണിറ്റ്, ഡയമെൻഷൻ. ഇനി നമുക്കിന്റെ ആപ്ലിക്കേഷൻസിലോട്ട് അഗാധമായി നമുക്ക് മുങ്ങിത്തപ്പി ആപ്ലിക്കേഷൻ എടുക്കാം. ഓക്കെ തുടങ്ങാം. ഓക്കെ, നമുക്ക് ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. വളരെ ശ്രദ്ധിച്ചിരിക്കുക ഓരോ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ. അന്നേരം സർഫസ് ടെൻഷന്റെ ആദ്യത്തെ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ഞാൻ പറയുന്നത്, നമ്മൾ ഈ ഒരു ബീക്കറിനകത്ത് വെള്ളമൊക്കെ നിറച്ച്, അല്ലെങ്കിൽ ഒരു ബക്കറ്റിനകത്ത് ബക്കറ്റിനകത്ത് വെള്ളമെല്ലാം നിറച്ചിട്ട് ഒരു ബ്രഷ് എന്ന് പറയുന്നത് ഇങ്ങനെ അതിന്റെ ഹെയർ ഒക്കെ ഉള്ള നല്ല പോലെ ഇതൊക്കെ ഉള്ള ബ്രഷ് ഇങ്ങനെ ആ വെള്ളത്തിനകത്തോട്ട് ഇങ്ങനെ മുക്കുക. വെള്ളത്തിനകത്ത് മുക്കുമ്പോൾ ഇതിന്റെ താഴത്തെ വശത്തോട്ട് ഇങ്ങനെ മുക്കുമ്പോഴത്തേന് അതിന് ഭയങ്കര ഫ്രീ ആണ്. അത് ആ ഹെയർ എല്ലാം ഇങ്ങനെ അതിങ്ങനെ സ്പ്രെഡ് ആവും. ഇങ്ങനെ ഇരിക്കുന്ന ഹെയർ, ബ്രഷിന്റെ ഹെയർ എല്ലാം ഇങ്ങനെ സ്പ്രെഡ് ആവും. കാരണം എന്താ, താഴോട്ട് വരുമ്പം സർഫസ് ടെൻഷൻ കുറവാണ്, ടെൻഷൻ ഇല്ല, അതിന് ഫ്രീ ആയി അല്ലെ. പരീക്ഷ എല്ലാം തീർന്ന തൊട്ടടുത്ത ദിവസം, അല്ലെങ്കിൽ പരീക്ഷ തീരുന്ന എല്ലാ പരീക്ഷയും തീർന്നുള്ള ദിവസം നമ്മുടെ മനസ്സിൽ എന്തൊരു സന്തോഷം എന്ന് പറയാം. അത് സന്തോഷം നമുക്ക് ചിലപ്പോൾ ലോട്ടറി അടിച്ചാൽ കിട്ടത്തില്ല. അതുപോലെ ഈ ഹെയർ ബ്രഷ് പതുക്കെ നമ്മൾ വെള്ളത്തിനകത്തോട്ട്, ഇങ്ങനെ ഇരിക്കുന്ന ഹെയർ ബ്രഷാണ്, അതിനകത്ത് മൊത്തം ഹെയർ ഉണ്ട് അവിടെ, അത് വെള്ളത്തിനകത്തോട്ട് താക്കുമ്പോഴത്തേന് ഇതെന്ത് ചെയ്യും, അങ്ങ് സ്പ്രെഡ് ചെയ്യും. സ്പ്രെഡ് ചെയ്യുമ്പോൾ അവിടെ എന്ത് കുറവാണെന്ന് വിചാരിക്കണം, സർഫസ് ടെൻഷൻ കുറവുള്ളതുകൊണ്ടാണ് അത് എന്ത് ചെയ്തത്, സ്പ്രെഡ് ചെയ്തത്. എന്നാൽ ഇത് പെട്ടെന്ന് മണ്ടയ്ക്ക് എടുക്കുക, ഇങ്ങനെ ഇരിക്കുന്ന സാധനം പെട്ടെന്ന് മണ്ടയ്ക്ക് എടുക്കുമ്പോൾ ഇങ്ങനെ ആവും. ഇതിനെ ക്ലിങ് ടുഗദർ എന്ന് പറയും. ക്ലിങ് എന്ന് പറഞ്ഞാൽ ഈ കൂമ്പിയിരിക്കുക എന്ന് പറയും, ഒരു ഇങ്ങനെ ഒരുമിച്ചിരിക്കും. കാരണം എന്താ, മുകളിൽ സർഫസ് ടെൻഷൻ കൂടുതലാണ്. ഇതൊരു ക്വസ്റ്റ്യൻ ആണ്, ഒരുപാട് വട്ടം ചോദിച്ചതാണ്. ഹെയർ ഓഫ് എ ബ്രഷ് when sink in water spreads out but as soon as it clings together. Why? കാരണം എപ്പോഴും ഓർക്കണം, താഴോട്ട് വരുമ്പോൾ സ്പ്രെഡ് ചെയ്യാനുള്ള കാരണം അതിന്റെ സർഫസ് ടെൻഷൻ കുറവാണ്, അത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്തു. മുകളിലോട്ട് വരുമ്പോഴത്തേന് സർഫസ് ടെൻഷൻ കൂടി. സർഫസ് ടെൻഷൻ നല്ലപോലെ ഉണ്ട്, അന്നേരം എന്ത് ചെയ്തു, പെട്ടെന്ന് ക്ലീൻ ചെയ്തു, ഇങ്ങനെ ഒരുമിച്ചെങ്കിലും. അന്നേരം ഇതൊരു ആപ്ലിക്കേഷൻ. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ, നിങ്ങളുടെ സ്വന്തം സെന്റൻസ് ആപ്ലിക്കേഷൻ എഴുതുക കേട്ടോ. ഈ ആപ്ലിക്കേഷൻ എഴുതുമ്പോൾ എല്ലാം എന്ത് ചെയ്യണം അറിയോ, ആദ്യത്തെ ഒറ്റ സെന്റൻസ് അങ്ങ് എഴുതിയേക്കണം, ഇറ്റ് ഈസ് ഡ്യൂ ടു സർഫസ് ടെൻഷൻ. ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻ ഒരു അര മാർക്ക് 1 മാർക്ക് കിട്ടാൻ എളുപ്പമുള്ള മാർക്ക്, ഇറ്റ് ഈസ് ഡ്യൂ ടു സർഫസ് ടെൻഷൻ. എന്നിട്ട് നിങ്ങളുടെ സ്വന്തം സെന്റൻസിൽ ഇതങ്ങ് എഴുതിയാൽ മതി. കറക്റ്റ് ആയിരിക്കണം, റീസൺ കറക്റ്റ് ആയിരിക്കണം. രണ്ടാമത്തെ, ഈ ചെറിയ നീഡിൽ, ചെറിയ സംഭവങ്ങൾ, ചെറിയ പിന്നൊക്കെ വെള്ളത്തിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നതാണ്. ചെറിയ നീഡിലൊക്കെ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കും. നമ്മൾ ഈ അല്ലാതെ വെള്ളത്തിൽ ഈ ഇൻസെക്ട്സ് ഈ വെള്ളത്തിൽ ആശ ഒരു ചിലന്തി പോലെ സാധനമൊക്കെ ഇങ്ങനെ വെള്ളത്തിലൂടെ ഇങ്ങനെ പോകുന്നതാണ്. ഇതൊക്കെ ഇതൊക്കെ ഇങ്ങനെ പോകുമ്പോൾ നമ്മളൊരു ശകലം സോപ്പ് സൊല്യൂഷനോ, അഹങ്കാരം നമ്മൾ കാണിക്കുന്ന എന്നാൽ പോലും സോപ്പ് സൊല്യൂഷനോ ഡിറ്റർജന്റ് വല്ല ഒഴിക്കുവാണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾ താഴെ പോകും. അതിനുള്ള കാരണം എന്താ, ഈ പിന്നാണെങ്കിലും ഈ ഇൻസെക്ട്സ് ഒക്കെ ആണെങ്കിലും ഒരു സോപ്പ് സൊല്യൂഷൻ അതിന്റെ കുറച്ച് ഇപ്പുറത്തോട്ട് മാറ്റി ഒഴിച്ചാൽ സമയത്ത് നിന്ന് താഴോട്ട് സിങ്ക് ചെയ്യും. കാരണം ഈ സോപ്പ് സൊല്യൂഷനും ഡിറ്റർജൻസിനും ഇതിനൊക്കെ നമ്മൾ പൊതുവെ പറയുന്ന പേര് പ്രസൻസ് ഓഫ് ഇമ്പ്യൂരിറ്റീസ് എന്നാണ് പറയുന്നത്. സോപ്പ് സൊല്യൂഷനെ, ഡിറ്റർജന്റ്, ഇതിന്റെയൊക്കെ പ്രത്യേകത എന്ന് പറയുന്നത് സർഫസ് ടെൻഷൻ കുറയ്ക്കും. അതുകൊണ്ടാണല്ലോ താഴോട്ട് വരുന്നത്. സർഫസ് ടെൻഷൻ എപ്പോഴും നിങ്ങളുടെ കൺസെപ്റ്റ് ക്ലിയർ ആയിരിക്കണം, ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കണം. സർഫസ് ടെൻഷൻ താഴെ വളരെ കുറവാണ്. അന്നേരം എന്ത് ചെയ്യും, സർഫസ് ടെൻഷൻ കുറയുമ്പോൾ താഴോട്ട് ഇങ്ങ് പോകും. അന്നേരം ഫ്ലോട്ട് ചെയ്യുന്ന സാധനം നീഡിലായാലും വെള്ളത്തിലാശാൻ ഇൻസെക്ട്സ് ആയാലും ഡിറ്റർജന്റ് സോപ്പ് സൊല്യൂഷൻ വയ്ക്കുമ്പോൾ താഴോട്ട് വരാനുള്ള കാരണം അവിടെ സർഫസ് ടെൻഷൻ കുറവാണ്. അന്നേരം ഏതിനൊക്കെ സർഫസ് ടെൻഷൻ കുറയ്ക്കാനുള്ള പ്രത്യേകതയുണ്ട്. ഒന്ന് സോപ്പ് സൊല്യൂഷൻ, 2 ഡിറ്റർജൻസ്, പൊതുവെ നമ്മൾ പറയുകയാണെങ്കിൽ പ്രസൻസ് ഓഫ് ഇമ്പ്യൂരിറ്റീസ്. ഇങ്ങനെയുള്ള വാക്കുകളെല്ലാം ഓർത്തിരിക്കുക. മൂന്നാമത്തെ, എല്ലാ സ്കൂളിലും പഠിപ്പിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഞാൻ പണ്ടുപോലെ കേൾക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഞാൻ പഠിപ്പിക്കാറുണ്ട്. വൈ ആർ റെയിൻ ഡ്രോപ്സ് സ്ഫെറിക്കൽ ഇൻ ഷേപ്പ്? സർഫസ് ടെൻഷൻ എന്ന് പറയുമ്പോൾ തന്നെ ഇതാ ഓർക്കുന്നത്. വൈ ആർ റെയിൻ ഡ്രോപ്സ് സ്ഫെറിക്കൽ ഇൻ ഷേപ്പ്? ഇനേർഷ്യ വയ്ക്കുമ്പോൾ എല്ലാവർക്കും പഠിപ്പിച്ചു കൊടുക്കുന്ന, അധ്യാപകർ പറഞ്ഞു കൊടുക്കുന്ന ഒരു എക്സാമ്പിൾ ആണ്. ബസ്സിൽ പോകുമ്പോഴത്തേന് ഫ്രണ്ടിലോട്ട് ആകുമ്പോൾ. അതുപോലെ തന്നെ സർഫസ് ടെൻഷൻ പറയുമ്പോൾ ആപ്ലിക്കേഷൻ പറയുന്നതാണ് വൈ ആർ റെയിൻ ഡ്രോപ്സ് സ്ഫെറിക്കൽ ഇൻ ഷേപ്പ്. ഒരുപാട് വർഷം മുമ്പ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. എന്നോട് ഈ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ എല്ലാം നിങ്ങൾ നോക്കുക. ഒരുപാട് ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ഞാൻ സർഫസ് ടെൻഷന്റെ പറഞ്ഞിട്ടുണ്ട്, നോട്ടിനകത്തുണ്ട്. എന്തുകൊണ്ടാണ് റെയിൻ ഡ്രോപ്സ് സ്ഫെറിക്കൽ ഇൻ ഷേപ്പ് ആണുള്ളത്? സ്ഫെറിക്കൽ എന്ന് പറഞ്ഞാൽ ഏകദേശമല്ലേ, അതാണ്ട് ഇത്രയും കാണത്തുള്ളൂ അതിന്റെ സർഫസ് ഏരിയ. ഒരു പ്രത്യേകത ഉണ്ട്, സർഫസ് ഏരിയ കുറഞ്ഞാൽ സർഫസ് ടെൻഷൻ കുറവായിരിക്കും. സർഫസ് ഏരിയ കുറഞ്ഞാൽ സർഫസ് ടെൻഷൻ കുറവാണ്. അതുകൊണ്ട് എല്ലാ വസ്തുക്കളും ഏതാകൃതിയാകാൻ
ഇതാകും സ്ഫെറിക്കൽ ആകൃതിയാണ് നോക്കും. കാരണം അതിന് എന്ത് കുറഞ്ഞിടണം, എല്ലാവരും ടെൻഷൻ കുറയണം, ഒരു സർഫസ് ടെൻഷൻ കുറയും. അന്നേരം ഓർത്തിരിക്കേണ്ട പോയിന്റ് ഇതാണ്. ഇറ്റ് ഈസ് ഡ്യൂ ടു സർഫസ് ടെൻഷൻ എഴുതാം, ഇറ്റ് ഈസ് ഡ്യൂ ടു സർഫസ് ടെൻഷൻ എഴുതാം. ഏരിയ കുറവാണെങ്കിൽ സർഫസ് ടെൻഷൻ്റെയും കുറവായിരിക്കും. ഓക്കെ, അതുകൊണ്ട് എല്ലാ വസ്തുക്കളും ഏത് ഷേപ്പിലാകാം, അതുകൊണ്ട് റെയിൻ ഡ്രോപ്സ് സ്ഫെറിക്കൽ ഇൻ ഷേപ്പായി. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, നല്ലൊരു ക്വസ്റ്റ്യൻ. നമ്മൾ തുണി കഴുകുമ്പം ചൂടുവെള്ളത്തിലാണോ തണുത്ത വെള്ളത്തിലാണോ പച്ചവെള്ളത്തിലാണോ കഴുകുന്നത്? തുറന്ന് പച്ചവെള്ളത്തിലാണോ കഴുകുന്നത്? നമ്മളെല്ലാം 99% പേര് കഴുകുന്നത് പച്ചവെള്ളത്തിലായിരിക്കും. ഇനി ഇത് ഈ ആപ്ലിക്കേഷൻ കേട്ടിട്ട് നിങ്ങൾ ചൂടുവെള്ളത്തിൽ കഴുകാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ വീട്ടിലെ അമ്മമാരുടെ വീട്ടിലുള്ള ഒരു കണ്ടം വഴി നിങ്ങൾ കുടിക്കും. അതായത് നമ്മുടെ വീട്ടിൽ തുണി കഴുകുന്നത്, നമ്മുടെ ഡ്രസ്സ് കഴുകുന്നത് ചൂടുവെള്ളത്തിലാണോ പച്ചവെള്ളത്തിലാണോ? ചൂടുവെള്ളത്തിൽ കഴിയാനുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കൂടും. അതിന്റെ റീസൺ ആദ്യം നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾ തന്നെ ഉത്തരം പറയാൻ നോക്കണം. ടെമ്പറേച്ചർ കൂടുമ്പോൾ സർഫസ് ടെൻഷൻ കുറയും. ടെമ്പറേച്ചർ കൂടുമ്പോൾ സർഫസ് ടെൻഷൻ കുറയും. ടെമ്പറേച്ചർ കൂടുക എന്ന് പറഞ്ഞാൽ ഹോട്ട് വാട്ടർ ആണ്. ടെമ്പറേച്ചർ കൂടുന്നത് ഹോട്ടാണ്, ഹോട്ട് വാട്ടർ ആണ്. ഹോട്ട് വാട്ടറിന് എന്ത് കുറവായിരിക്കും? സർഫസ് ടെൻഷൻ കുറവായിരിക്കും. അതുകൊണ്ട് ഇപ്പം വസ്ത്രത്തിനകത്ത് നമ്മുടെ ഡ്രസ്സിനകത്ത് ചെറിയ ചെറിയ സുഷിരങ്ങളൊക്കെ ഉണ്ട്, അതിനകത്ത് ഈ ഡേർട്ട് അഴുക്കെല്ലാം വന്നിരിക്കുന്നത്. അന്നേരം സർഫസ് ടെൻഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് സ്ഫെറിക്കൽ ആകൃതിയാകും. ചെറിയ സ്ഫെറിക്കൽ ആകൃതിയായിട്ട് എല്ലായിടത്തും വന്ന് ഡേർട്ട് ക്ലീൻ ചെയ്ത് നല്ല ക്ലിയർ ആവും. അതാണ് ചൂടുവെള്ളത്തിന്റെ പ്രത്യേകത. അതിന് ചൂടുവെള്ളമാണ്, ഹോട്ട് വാട്ടർ ആണ് ഇതിനെക്കാട്ടി നല്ലത് കോൾഡ് വാട്ടർ. കാരണം ടെമ്പറേച്ചർ കൂടുമ്പോൾ സർഫസ് ടെൻഷൻ കുറയുന്നു അല്ലേ? അന്നേരം അതിനകത്തുള്ള ഡ്രസ്സിനകത്തുള്ള ചെറിയ സുഷിരങ്ങളിലൂടെ അഴുക്ക് അതെല്ലാം ക്ലീൻ ചെയ്ത് റെയിൻ ഡ്രോപ്സ്, കാരണം സ്പെറിക്കൽ ഷേപ്പ് ആകുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും അത് എല്ലാ ഇതിനകത്തോട്ടും കയറി അതിന്റെ ഡേർട്ട് എല്ലാം ക്ലീൻ ചെയ്യുന്നു. ഏറ്റവും നല്ലത് ഹോട്ട് വാട്ടർ ആണ്. കോൾഡ് വാട്ടർ ആകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവിടെ ടെമ്പറേച്ചർ കുറവാണ്, സർഫസ് ടെൻഷൻ കൂടുതലാണ്. അത് സ്ഫെറിക്കൽ ആകൃതിയാകാൻ ബുദ്ധിമുട്ടാണ്, ഡേർട്ട് ക്ലീൻ ആകത്തില്ല. അത് നിങ്ങളായിരിക്കും ഞങ്ങളൊക്കെ ഉടുപ്പും അല്ലെങ്കിൽ ഡ്രസ്സൊക്കെ ഇട്ടേക്കുന്നത് മൊത്തം അടുക്കാണ്. ചെറിയ രീതിയിലൊക്കെ പറ്റുമായിരിക്കും. നമ്മൾ സർഫസ് ടെൻഷൻ വെച്ചാണ് എപ്പോഴും നമ്മൾ ഈ കാര്യം പറയുന്നത്. അന്നേരം ഇതൊരു ആപ്ലിക്കേഷൻ. ഇതെല്ലാം വെച്ചുകൊണ്ട് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യും. ടെമ്പറേച്ചറും സർഫസ് ടെൻഷൻ തമ്മിലുള്ള വ്യത്യാസം, തമ്മിലുള്ള കണക്റ്റിംഗ് ഫാക്ടർ എന്താ? ടെമ്പറേച്ചറും സർഫസ് ടെൻഷൻ ഇപ്പം പലർക്കും അറിയാം. ടെമ്പറേച്ചർ കൂടിയാൽ പറഞ്ഞു കഴിഞ്ഞു സർഫസ് ടെൻഷൻ കുറയും. ടെമ്പറേച്ചർ കൂടിയാൽ സർഫസ് ടെൻഷൻ കുറയും. when surface tension decreases with increase in temperature, ടെമ്പറേച്ചർ കൂടിയാൽ സർഫസ് ടെൻഷൻ കുറയും. ഇതാണ് ടെമ്പറേച്ചറും സർഫസ് ടെൻഷൻ തമ്മിലുള്ള റിലേഷൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ ഈസി ആയിട്ട് പറയാം. വാട്ട് ആർ ദി ഫാക്ടേഴ്സ് വിച്ച് ഇൻഫ്ലുവൻസ് സർഫസ് ടെൻഷൻ? ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് സർഫസ് ടെൻഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? കേട്ടുള്ളത്. ഒന്ന്, ഇപ്പൊ ഞാൻ പറഞ്ഞ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ഒന്ന്, ടെമ്പറേച്ചർ വലിയൊരു ഘടകമാണ്. ടെമ്പറേച്ചറിന് വ്യത്യാസം വന്നു കഴിഞ്ഞാൽ സർഫസ് ടെൻഷന് വ്യത്യാസം വരും. 2, പ്രസൻസ് ഓഫ് ഇമ്പ്യൂരിറ്റീസ്. പ്രസൻസ് ഓഫ് ഇമ്പ്യൂരിറ്റീസ് എന്ന് പറയുന്നതാണ് സോപ്പ് അല്ലെങ്കിൽ ഡിറ്ററൻസ് ഒക്കെ. പിന്നെ സർഫസ് ഏരിയ, നമ്മൾ സ്ഫെറിക്കൽ ഇൻ ഷേപ്പ്, റെയിൻ ഡ്രോപ്പ് സ്ഫെറിക്കൽ ഇൻ ഷേപ്പ് ആയതുകൊണ്ട് സർഫസ് ഏരിയ കുറഞ്ഞാൽ സർഫസ് ടെൻഷൻ കുറയും. വാട്ട് ആർ ദി ഫാക്ടേഴ്സ് വിച്ച് ഇൻഫ്ലുവൻസ് സർഫസ് ടെൻഷൻ? പെട്ടെന്ന് പറഞ്ഞേ. 1, ടെമ്പറേച്ചർ. 2, പ്രസൻസ് ഓഫ് ഇമ്പ്യൂരിറ്റീസ്. 3rd, സർഫസ് ഏരിയ. എത്ര കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. സർഫസ് ടെൻഷൻ ആദ്യം നമ്മൾ പഠിച്ചു, പിന്നെ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് പഠിച്ചു. ഇഷ്ടംപോലെ ആപ്ലിക്കേഷൻ അല്ലാതെ ഞാൻ ലാസ്റ്റിലും തന്നിട്ടുണ്ട്. ഇതിനകത്ത് ഓൾറെഡി ഇതിനകത്തുണ്ട്, ലാസ്റ്റ് പേജുകളിൽ കിടപ്പുണ്ട് അല്ലാതെ എക്സ്ട്രാ. അന്നേരം അത് പഠിച്ചു. പിന്നെ എന്താണ് ആപ്ലിക്കേഷൻസ് പഠിച്ചു. ടെമ്പറേച്ചറും സർഫസ് ടെൻഷനും തമ്മിലുള്ള കണക്ട് ചെയ്യുന്ന ബന്ധം, അവർ തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. പിന്നെ ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് സർഫസ് ടെൻഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സർഫസ് എനർജിയാണ്. അതിനുശേഷവും വളരെ ഇമ്പോർട്ടൻ്റ് ഒരു പബ്ലിക്കേഷൻ, ഒരുപാട് വട്ടം പബ്ലിക്കേഷൻ ചോദിച്ചൊരു ക്വസ്റ്റ്യനിലോട്ടാണ് നമ്മൾ പോകുന്നത്. സർഫസ് എനർജി പഠിച്ചതിന് ശേഷം ഷോ ദാറ്റ് സർഫസ് ടെൻഷൻ ഈസ് ന്യൂമറിക്കലി ഈക്വൽ ടു സർഫസ് എനർജി. ഓക്കെ ഓക്കെ, നമ്മുടെ അടുത്ത ടോപ്പിക്ക് സർഫസ് എനർജി. നിങ്ങൾ നോക്കുമ്പോൾ ഇത് ബോർഡ് നിറച്ചെഴുതിയിരിക്കുന്നു. സിമ്പിളാണ്, നല്ല ശ്രദ്ധിച്ച് സൂമൊക്കെ ചെയ്ത് തുടങ്ങി നോക്കി കേട്ടോ, ക്ലിയർ ആയിട്ട് വരും. ഓക്കെ, അന്നേരം എന്താണ് സർഫസ് എനർജി എന്ന് പറഞ്ഞിട്ട് നമുക്ക് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. സർഫസ് എനർജി എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ഇത്രയേ ഉള്ളൂ. ഒരു യൂണിറ്റ് ഏരിയയിലുള്ള പൊട്ടൻഷ്യൽ എനർജിയെ പറയുന്ന പേരാണ് സർഫസ് എനർജി.
അത് ഞാൻ പെട്ടെന്ന് ചോദിക്കട്ടെ, വാട്ട് ഈസ് ബൈ സർഫസ് ടെൻഷൻ? ഫോഴ്സ് ബൈ ലെങ്ത്. അന്നേരം സർഫസ് എനർജി എന്ന് പറഞ്ഞാൽ സർഫസ് എനർജി ഈസ് ഈക്വൽ ടു ഓക്കെ യൂണിറ്റ് ഏരിയയിലുള്ള പൊട്ടൻഷ്യൽ എനർജി. അങ്ങനെ പൊട്ടൻഷ്യൽ എനർജി പി ഇ എന്ന് ഞാൻ എഴുതാണ്, നിങ്ങൾ പൊട്ടൻഷ്യൽ എനർജി തന്നെ എഴുതിക്കും കേട്ടോ. പൊട്ടൻഷ്യൽ എനർജി ബൈ ഏരിയ. ഇതാണ് അതിന്റെ ഇക്വേഷൻ, മെയിൻ ഇക്വേഷൻ ആണ്. വാട്ട് ഈസ് ഇറ്റ്സ് യൂണിറ്റ്? എന്താണ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ? എനർജിയാണ്. എനർജിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ജൂൾ ബൈ ഏരിയയുടെ മീറ്റർ പെർ സ്ക്വയർ, സോറി മീറ്റർ സ്ക്വയർ. അന്നേരം എനർജിയുടെ ജൂൾ, ഏരിയയുടെ മീറ്റർ സ്ക്വയർ, ജൂൾ പെർ മീറ്റർ സ്ക്വയർ. അല്ലെങ്കിൽ എങ്ങനെ എഴുതാം? ജൂൾ മീറ്റർ ഈസ് ടു മൈനസ് 2 എന്ന് എഴുതാം. ഓക്കെ, ഇനി വാട്ട് ഈസ് ഇറ്റ്സ് ഡയമെൻഷൻ? അവിടെ പഠിച്ചു. എന്തായാലും എനർജിയുടെ ഡയമെൻഷൻ ഇവിടെ എഴുതിക്കട്ടെ, കാണാൻ പറ്റുമായിരിക്കും അല്ലേ? ഡയമെൻഷൻ എങ്ങനെയൊക്കെ എഴുതുന്നു അല്ലേ? നിങ്ങളിങ്ങനെ ഒന്നും എഴുതല്ലേ കേട്ടോ. ഗിരീഷാന്ന് ഈ കാര്യത്തിൽ കണ്ടുപിടിക്കരുത് കേട്ടോ. ഞാൻ പിന്നെ ബോർഡിന്റെ സ്പേസിന്റെ ഒരു രീതിയിൽ അങ്ങ് എഴുതുന്നുള്ളൂ. ഡയമെൻഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എനർജിയാണ്. എനർജിയുടെ ഡയമെൻഷൻ ml²T⁻² ബൈ ഏരിയയുടെ L². ആണ് L² വെട്ടിപ്പോയി m⁻². ഇത് എവിടെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ? എവിടെ? സർഫസ് ടെൻഷൻ പഠിച്ചു. അങ്ങനെ സർഫസ് ടെൻഷന്റെയും സർഫസ് എനർജിയുടെയും ഡയമെൻഷൻ സെയിം ആണ്. എന്ത് അഗാധമായ ബന്ധമുള്ള രണ്ട് കാര്യങ്ങളാണ്. ഏതൊക്കെ? സർഫസ് ടെൻഷനും സർഫസ് എനർജി. അന്നേരം അതൊരു ക്വസ്റ്റ്യൻ ആയിട്ടാണ്, പ്രൂവ് ചെയ്യാനാണ് നമുക്ക് അടുത്തുള്ളത്. അതുകൊണ്ട് ഈ ഡയമെൻഷനകത്ത് സർഫസ് ടെൻഷൻ സർഫസ് എനർജി നമ്മൾ പെയർ ആയിട്ട് പിടിക്കുന്നു. കാരണം ഈക്വൽ ഡയമെൻഷൻ ഉള്ളതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് പെയേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഒരു ഒരുപാട് റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. റിലേഷൻ ബിറ്റ്വീൻ സർഫസ് ടെൻഷൻ ആൻഡ് സർഫസ് എനർജി. രണ്ടിന്റെ ഡയമെൻഷൻ ഒക്കെ എന്ന് പറഞ്ഞു, സെയിം ആന്ന് പറഞ്ഞു. അന്നേരം എന്തെങ്കിലുമൊക്കെ ഒരു റിലേഷൻ ഉണ്ട് തമ്മിൽ ഒരു ഈക്വൽ ആണ്. അന്നേരം റിലേഷൻ സർഫസ് ടെൻഷൻ സർഫസ് എനർജിയും തമ്മിലുള്ള റിലേഷൻ. അടുത്ത ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, രണ്ടും ഒരുമിച്ച് എഴുതുന്നേ ഉള്ളൂ. ഷോ ദാറ്റ് സർഫസ് ടെൻഷൻ ഈസ് ന്യൂമറിക്കലി ഈക്വൽ ടു സർഫസ് എനർജി. സർഫസ് ടെൻഷൻ സർഫസ് എനർജി ഏകദേശം ഈക്വൽ ആണ് നമ്മൾ പ്രൂവ് ചെയ്യണം. എന്നാൽ ഞാൻ ഇവിടെ ഒരു പടം മനോഹരമായി വരച്ചിട്ടുണ്ട്. നമ്മൾ നോക്കി, ഞാൻ പടത്തെ കുറിച്ച് പറയാം. ABCD എന്ന് പറയുന്ന ഒരു റെക്ടാങ്കുലർ വയർ ഫ്രെയിം ആണ്. ABCD എന്ന് പറയുന്ന ഒരു റെക്ടാങ്കുലർ വയർ ഫ്രെയിം എന്ന് പറഞ്ഞാൽ ഒരു വയറിനെ റെക്ടാങ്കിളിന്റെ ആകൃതിയിലോട്ട് നമ്മൾ മാറ്റി. അതാണ് ABCD. ഇവിടെ കൊടുത്തേക്കുന്ന ആരോമാർക്കെല്ലാം അമ്പ ചെയ്യുന്ന പോലെ എല്ലാം ആരോമാർക്ക് കാണിക്കുന്ന എല്ലാം അതിനകത്തുള്ള ഇൻസേർട്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ്. ആ ഫോഴ്സിനെ നമ്മൾ സ്മോൾ എഫ് എന്നൊക്കെ ഡിനോട്ട് ചെയ്തു. ഈ ഫോഴ്സ് എല്ലാം സ്മോൾ എഫ് ആണ്. പടത്തിനകത്തൊന്നും കയറി ഡിനോട്ട് ചെയ്യേണ്ട, ഞാൻ പറയുന്ന ഫോഴ്സ് ആണ്. ABCD എന്ന് പറഞ്ഞ റെക്ടാങ്കിൾ വയർ ഫ്രെയിം ആണ്. അതിനകത്ത് ഒരു സൈഡ് മാത്രമേ മൂവ് ചെയ്യത്തുള്ളൂ. AB ഈസ് മൂവബിൾ. AB എന്ത് ചെയ്യാം? നമുക്ക് സ്ട്രെച്ച് ചെയ്യാം അല്ലെങ്കിൽ മൂവ് ചെയ്യാം. AB ഈസ് മൂവബിൾ. ഇവിടുത്തെ സർഫസ് ടെൻഷൻ S ആയിരിക്കാം. ആ AB മൂവ് ചെയ്ത് അല്ലെങ്കിൽ സ്ട്രെച്ച് ചെയ്ത് ഞാൻ താഴോട്ടാക്കി, അത് സ്ട്രെച്ച് ചെയ്ത് താഴോട്ടുള്ള പൊസിഷൻ ആണ് A', B'. അതിനിടയിലുള്ള AB എന്ന് പറയുന്ന പൊസിഷൻ A', B' ഇടയിലുള്ള ഡിസ്പ്ലേസ്മെന്റ് ആണ് X. ക്ലിയർ ആയി? AB എന്ന് പറയുന്ന ഭാഗം മാത്രമേ ഉള്ളൂ മൂവബിൾ. AB നമ്മൾ സ്ട്രെച്ച് ചെയ്ത് A', B' ആക്കി, അന്നേരം അതിനിടയിലുള്ള ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് X ആണ്. സ്ട്രെച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന എനർജി എന്താണ്? പെട്ടെന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സ്ട്രെച്ച്ഡ് സ്ട്രിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അന്നേരം സ്ട്രെച്ച് ചെയ്യുന്ന എനർജി എപ്പോഴും പൊട്ടൻഷ്യൽ എനർജിയാണ്, ഓർത്തോണം. ഓക്കെ, അന്നേരം പടത്തിന് ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. അന്നേരം ABCD എന്ന് പറയുന്ന ഒരു റെക്ടാങ്കിൾ വയർ ഫ്രെയിം, അതിനകത്ത് ഫോഴ്സ് എന്ന് പറയുന്നത് സ്മോൾ എഫ് ആണ്. അന്നേരം അതിനകത്ത് AB പറയുന്ന പാർട്ട് എന്ന് പറയുന്നത് മൂവബിൾ ആണ്, മൂവ് ചെയ്യാം. അതിനെ സ്ട്രെച്ച് ചെയ്ത് A', B' ആക്കി, അതിനായിട്ട് ABക്കും A', B'-നുള്ള ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് X ആണ്. ഈ ആരോമാരെല്ലാം കാണിച്ചേക്കുന്നത് അമ്പയിലായി ചെയ്തിരിക്കുന്നത് ഫോഴ്സ് സ്മോൾ എഫ് ആണ്. അവിടുത്തെ സർഫസ് ടെൻഷൻ S ആയിട്ട് നിങ്ങൾ ചെയ്യുക. ഇനിയും ഒരു കാര്യം ഓർത്തിരിക്കുക, ഈ ABയിൽ നമ്മളൊരു ലിക്വിഡ് ഫിലിം അല്ലെങ്കിൽ ഒരു സോപ്പ് ഫിലിം പേസ്റ്റ് ചെയ്തിട്ടുണ്ട് വിചാരിക്കുക. ഒരു സോപ്പ് ഫിലിമിന്റെ പ്രത്യേകത അതിന് രണ്ട് സർഫസ് ഉണ്ട്. നോട്ട് ദി പോയിന്റ്, രണ്ട് സർഫസ്. ഒരു സോപ്പ് ഫിലിം പേസ്റ്റ് ചെയ്താൽ അവിടെ രണ്ട് സർഫസ് ഉണ്ട്. അതെപ്പോഴും ഓർത്തിരിക്കണം. ഇനി നമുക്ക് പ്രൂഫിലോട്ട് തുടങ്ങാം. ഈസിയായി പിടിക്കാം. സർഫസ് ടെൻഷൻ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ലെങ്ത്. നമ്മുടെ മെയിൻ ഇക്വേഷൻ, നമ്മൾ തുടങ്ങിയ ഇക്വേഷൻ ആണ്. സർഫസ് ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ലെങ്ത് ആണ്. സർഫസ് ടെൻഷൻ ഡിനോട്ട് ലെറ്റർ S ഈസ് ഈക്വൽ ടു ഫോഴ്സ് സ്മോൾ എഫ് ബൈ ലെങ്ത് സ്മോൾ എൽ. എല്ലാം നമ്മൾ വളരെ താഴെ നിന്നാണ്, ലോ ലെവലിൽ ചിന്തിച്ചാണ്. S ഈസ് ഈക്വൽ ടു F ബൈ L. സർഫസ് ടെൻഷൻ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ലെങ്ത്. അതിന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ AP ഈസ് ഈക്വൽ ടു L ഇൻറ്റു S. ഞാൻ പറഞ്ഞു
അടുത്ത സ്റ്റെപ്പ് എന്താ ഇവിടെ F is equal to 2ls. എന്തുകൊണ്ടാണ് സാർ ഞാൻ എന്റെ റീസൺ നോട്ട് ചെയ്തിട്ടുണ്ട്. സോപ്പ് സർഫസ് അല്ലെങ്കിൽ ആ ലിക്വിഡ് സർഫസിന് എത്ര സർഫസ് ആണ്? 2 സർഫസ് ഉള്ളതുകൊണ്ടാണ് F is equal ഇവിടെ എന്താ വന്നേ 2ls എന്ന് വന്നു. ചുമ്മാതെ എഴുതിയതല്ല 2. ഓക്കെ ക്ലിയർ. ഇനി സിൻസ് ഫിലിം ഹാസ് 2 സർഫസസ് അതുകൊണ്ടാണ് ഇത് വന്നത്. ഇനി എവിടുന്ന് എവിടോട്ടാണ് നമ്മൾ വർക്ക് ചെയ്തത്? AB മൂവബിൾ ആണ്, അതിനെ നമ്മൾ സ്ട്രെച്ച് ചെയ്ത് വർക്ക് ചെയ്ത് A', B' ആക്കി. അന്നേരം വർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. W is equal to F into X. F ഇവിടുത്തെ ഫോഴ്സ് ആണ്, X ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് ആണ്. അന്നേരം W is equal to F into X ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ നമ്പർ എഴുതി പോകുന്നതാണ് ഏറ്റവും നല്ല മാർക്ക് കിട്ടും. ഓക്കെ, ഇക്വേഷൻ നമ്പർ 2 വരെ നിങ്ങൾക്ക് നല്ലപോലെ ക്ലിയർ ആയി. എല്ലാ സ്റ്റെപ്പും കൊണ്ട് സ്കിപ്പ് ചെയ്തിട്ടേ ഇല്ല. ഓക്കെയോ? സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് 1 in 2 എന്ന് പറഞ്ഞാൽ ഈ എഫിന്റെ സ്ഥാനത്തോട്ട് നമുക്ക് 2ls കൊടുക്കാമല്ലോ അല്ലേ? ഇത് നമ്മൾ 1 എന്ന് കൊടുത്തേക്ക്. സോറി കേട്ടോ, ഇവിടെ 1 നമ്മൾ കൊടുത്തില്ല. ഓക്കെ, 1 in 2 എന്ന് പറഞ്ഞാൽ 1 ഈ 2 കൊടുത്താൽ എഫിന്റെ സ്ഥാനത്തോട്ട് 2ls കൊടുക്കുക. എന്നാൽ ഇതിന് 2ls കൊടുക്കുന്നത് വരും W is equal to 2ls പിന്നെ ഒരു x ഉണ്ട്. എന്നാൽ 2ls x വർക്ക്. ഇനി ഞാൻ മുമ്പേ പറഞ്ഞു ആദ്യം ഇവിടെ സ്ട്രെച്ച് ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് എന്ത് എനർജിക്ക് തുല്യമാണ്? പൊട്ടൻഷ്യൽ എനർജി. അതുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നത് പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി. സ്ട്രെച്ച് ചെയ്യുന്ന എനർജി എപ്പോഴും പൊട്ടൻഷ്യൽ എനർജി ആണ്. അവിടുത്തെ വർക്ക് എന്ന് പറയുന്ന എനർജി സെയിം ആണ്. വർക്ക് ഡൺ ഈസ് ഈക്വൽ പൊട്ടൻഷ്യൽ എനർജി. അങ്ങനെയാണെങ്കിൽ വർക്ക് W ഈസ് ഈക്വൽ ടു 2ls ആണെങ്കിൽ വർക്ക് ഏത് തുല്യമാണ്? പൊട്ടൻഷ്യൽ എനർജിക്ക് തുല്യമാണെങ്കിൽ ഇങ്ങനെ എഴുതാമല്ലോ, പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു 2ls. ക്ലിയർ? ഇനി സർഫസ് ഏരിയ ഈസ് ഈക്വൽ ടു Lx. സർഫസ് ഏരിയ എന്ന് പറയുന്നത് എന്തുവാ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ലെങ്ത് എന്ന് പറയുന്നത് L ആയിട്ട് എടുക്കുക, ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് നിങ്ങൾ X ആയിട്ട് എടുക്കുക. അങ്ങനെ എടുത്താൽ സർഫസ് ഏരിയ നമുക്ക് Lx എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ 2 സർഫസ് ഉണ്ടെങ്കിൽ ഏരിയ 2 സർഫസസ് 2Lx. Lx ആണ് എപ്പോഴും ഓർത്തോണം, 2 സർഫസ് ഉണ്ട് 2Lx. ഇനി നമ്മൾ ഫൈനൽ ഇക്വേഷനിലോട്ട് വന്ന് തീരുകയാണ്. സർഫസ് എനർജി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ പഠിച്ചു പൊട്ടൻഷ്യൽ എനർജി ബൈ ഏരിയ. ഞാൻ അതേ എഴുതിയിട്ടുള്ളൂ, പൊട്ടൻഷ്യൽ എനർജി ബൈ ഏരിയ. പൊട്ടൻഷ്യൽ എനർജി നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചു. സർഫസ് എനർജി ഈസിക്കല് പൊട്ടൻഷ്യൽ എനർജിക്ക് വരാൻ കൊടുക്കാം 2Lsx ബൈ ഏരിയക്ക് വരാൻ കൊടുക്കാം Lx. 2 സർഫസിന്റെ ആകുമ്പോൾ 2Lx. 2Lsx ബൈ 2Lx. ഇത് ഞാൻ എഴുതി നിർത്തിയെന്നറിയോ? നിങ്ങൾക്ക് വെട്ടാൻ ഒരു അവസരം തരികയാണ്. പെട്ടെന്ന് വെട്ടിക്ക് 2 ഉം 2 ഉം വെട്ടി. എന്ത് രസമാണ്, L ഉം വെട്ടി, X ഉം വെട്ടി. ഇതുകൂടെ വെട്ടിക്കളയാനുണ്ട്, വെട്ടിക്കളയരുത്. സർഫസ് എനർജി ഈസ് ഈക്വൽ ടു S. ഈ S എന്ന് പറഞ്ഞാൽ സർഫസ് ടെൻഷൻ ആണ്. അന്നേരം സർഫസ് എനർജി ഈസ് ഈക്വൽ ടു സർഫസ് ടെൻഷൻ. ഇത് വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും അല്ലേ? കുറച്ചുകൂടെ വൃത്തിയാക്കാം. ടെൻഷൻ. ഓക്കെ, ഇതാണ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിലേഷൻ. പലരും വിട്ടു പഠിക്കുന്ന ഒരു ചാൻസ് കൂടുതൽ കാണുന്ന ഒരു മെക്കാനിക്സ് റൂൾസിനകത്ത് ഷോ ദാറ്റ് സർഫസ് ടെൻഷൻ ഈസ് ന്യൂമറിക്കലി ഈക്വൽ ടു സർഫസ് ടെൻഷൻ. ചിലർ ഒരു ആപ്ലിക്കേഷൻ വല്ലതും പഠിച്ചുകൊണ്ട് പോകും സർഫസ് ടെൻഷൻ. പക്ഷെ കംപ്ലീറ്റ് പഠിക്കും. ഇപ്പം നമ്മളെല്ലാം പഠിച്ചു. എന്തൊക്കെ പഠിച്ചു? സർഫസ് ടെൻഷൻ പഠിച്ചു, ആപ്ലിക്കേഷൻസ് പഠിച്ചു. ആപ്ലിക്കേഷൻസ് വേറെ കുറേ ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ആപ്ലിക്കേഷൻസ് പഠിച്ചു, ടെമ്പറേച്ചറും സർഫസ് ടെൻഷനുമായിട്ടുള്ള കണക്ഷൻ പഠിച്ചു, വാട്ട് ആർ ദി ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് സർഫസ് ടെൻഷൻ പഠിച്ചു, സർഫസ് എനർജി പഠിച്ചു, ഷോ ദാറ്റ് സർഫസ് ടെൻഷൻ ഈസ് ന്യൂമറിക്കലി ഈക്വൽ ടു സർഫസ് എനർജി. സർഫസ് ടെൻഷനും സർഫസ് എനർജിയും തമ്മിലുള്ള റിലേഷൻ ഡിറൈവ് ചെയ്ത് പ്രൂഫ് പഠിച്ചു. ഇത്ര ഇതിന് മണ്ടയ്ക്കൊന്നും ഒരു ക്വസ്റ്റ്യൻ ഇല്ല. ഇങ്ങനെയാണ് ഒരു ടോപ്പിക്ക് നമ്മൾ +1 ആയാലും +2 ആയാലും പഠിക്കുക. മണ്ടയ്ക്ക് ഒരു ചോദ്യം, അതിക്ക് മേലെ ഒരു ചോദ്യം ചോദിക്കാൻ പാടില്ല. ഓക്കെ, ക്ലിയർ? നമുക്കിനി അടുത്ത പോർഷനിലേക്ക്. ഓക്കെ ഓക്കെ ഓക്കെ, നല്ല ഇതായിട്ടിരിക്കണം. മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ് ആണ്. പവർ പറയട്ടെ. ഓക്കെ ഓക്കെ, നമ്മുടെ അടുത്ത ടോപ്പിക്ക് വളരെ അടിപൊളി ടോപ്പിക്കാണ്, ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ്. ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ് എന്നൊക്കെ കേട്ടപ്പോഴേ നമ്മൾ ഞെട്ടിപ്പോകും. ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ് വല്ല ഗുളികയുടെ പേരാണോ സർ? വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ടതാണ്. ഹൈഡ്രോളിക് ലിഫ്റ്റ് ഒക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ബാസ്കറ്റ്സ് പഠിച്ചു. ബാസ്കറ്റ്സ് ലോയുടെ ആപ്ലിക്കേഷൻ ആയിരുന്നു ഹൈഡ്രോളിക് ലിഫ്റ്റ്. എൻ്റയർലി ഡിഫറെന്റ് ടോപ്പിക്കാണ് ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ്. നിങ്ങളുടെ സിലബസിൽ NCERT ഉള്ളതാണ് ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ്. നല്ല രസമുള്ള ടോപ്പിക്കാണ്. സിമ്പിൾ, ഒരു 2 മിനിറ്റ് തീർന്നു. ഇവിടെ നിങ്ങൾ പടം മനോഹരമായി പടം വരച്ചിട്ടുണ്ട്. വളരെ മനോഹരമായി കഷ്ടപ്പെട്ട് വെച്ച പടം കേട്ടോ. ABC എന്ന് പറയുന്ന 3 ഡിഫറെന്റ് വെസൽസ് എടുക്കുക. 3 ഡിഫറെന്റ് വെസൽസ് എടുക്കുക. 3 ഡിഫറെന്റ് വെസൽസ്, അതായത് 3 വ്യത്യസ്തമായ പാത്രങ്ങൾ എടുക്കുക. ABC
ഇതിന്റെ പ്രത്യേകത നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. നിങ്ങൾ വ്യത്യസ്തമായ എമൗണ്ട് ഉള്ള വാട്ടർ വെള്ളം ഇതിനകത്ത് ഒഴിച്ചാൽ പോലും ഇതിന്റെ വാട്ടർ ലെവൽ ലാസ്റ്റ് സെയിം ആണ്. ടോപ്പിൽ വാട്ടർ ലെവൽ സെയിം ആണ്. അന്നേരം രണ്ട് പ്രത്യേകതകൾ മാത്രം അറിഞ്ഞാൽ മതി. ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ് ഈസിയാണ്. രണ്ട് പ്രത്യേകതകൾക്ക് മുമ്പേ രണ്ട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഡിഫറെന്റ് വെസൽസ് ആയിരിക്കണം. ഡിഫറെന്റ് വെസൽസ് ആയിരിക്കണം. വെസൽസിനകത്ത് നമ്മൾ പല ക്വാണ്ടിറ്റിയുള്ള വാട്ടർ ഒഴിക്കുമായിരിക്കാം. പക്ഷെ ടോപ്പിൽ ഇനി പറയുന്ന രണ്ട് കണ്ടീഷൻ, ടോപ്പിൽ വാട്ടർ ലെവൽ സെയിം ആയിരിക്കും, ബോട്ടത്തിൽ താഴെ പ്രഷർ സെയിം ആയിരിക്കും. ഈ ഫിനോമിനെ പറയുന്ന പേരാണ് ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ്. കണ്ടോ, വലിയ സംഭവമായിട്ട് തോന്നി, ഒന്നുമില്ലത്. ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ് എന്ന് ചോദിച്ചിട്ട് നിങ്ങൾക്ക് ഇങ്ങനെയൊന്നും തരണമെന്നില്ല. 3 വെസൽസ് മാത്രം അങ്ങനെ പരീക്ഷയ്ക്ക് വെച്ചിട്ടുണ്ട്. 3 വെസൽസ് അതിനകത്ത് നിറച്ചും വാട്ടർ ലെവൽ സെയിം. ഐഡന്റിഫൈ ദി ഫിനോമിനൻ. പെട്ടെന്ന് ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ്. അതിന്റെ പ്രഷർ ലെവൽ എന്തായിരിക്കാം? അടുത്ത ക്വസ്റ്റ്യൻ. പ്രഷർ ലെവൽ ഈസ് സെയിം അറ്റ് ദി ബോട്ടം. ബോട്ടത്തിൽ പ്രഷർ ലെവൽ സെയിം ആയിരിക്കും, വാട്ടർ ലെവൽ ടോപ്പിൽ സെയിം ആയിരിക്കും. ഈ ഫിനോമിനെ പറയുന്ന പേര് ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ്. തെറ്റിപ്പോകരുത്. ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ടോപ്പിക്കുകളിൽ ഒരെണ്ണമാണ് ഫ്ലൂയിഡ്സിനകത്ത് ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ്. ഞാൻ പറഞ്ഞല്ലോ, എപ്പോഴും നമ്മൾ ബെർണോളിസ് തിയറം ക്യാപിലാരിറ്റി ഒക്കെ പഠിച്ചുകൊണ്ട് പോയിട്ട് ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ് മാത്രമേ വെച്ചുള്ളൂ. ഔട്ട് ഓഫ് സിലബസ് ആണോ? അല്ല. അന്നേരം ഓർത്തിരിക്കാം, 3 ഡിഫറെന്റ് വെസൽസ്, നമുക്ക് ഡിഫറെന്റ് ക്വാണ്ടിറ്റി ഉള്ള വാട്ടർ നിറയ്ക്കാമായിരിക്കും. പക്ഷെ നിറച്ച് കഴിയുമ്പോൾ ഒരു മാജിക് വെസൽ പോലെയാണ്. ടോപ്പിൽ വാട്ടർ ലെവൽ സെയിം ആയിരിക്കും, താഴെ പ്രഷർ സെയിം ആയിരിക്കും. ഈ ഫിനോമിനെ പറയുന്ന പേര് ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ്. ഓക്കെ, അടുത്തതും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്. ആ ടോപ്പിക്കൂടെ നമുക്ക് പഠിക്കാൻ ഇന്ന്, കാരണം ഇഷ്ടം പോലെ ടോപ്പിക്കുള്ള ചാപ്റ്ററാണ്. ഇഷ്ടംപോലെ ടോപ്പിക്. ടെർമിനൽ വെലോസിറ്റി, സ്റ്റോക്സ് ഫോർമുല, ബെർണോളിസ് തിയറം, വെലോസിറ്റി ഓഫ് റിഫ്ലക്സ് ഓഫ് എ ലിക്വിഡ്, എൻ്റെ തന്നെ ആപ്ലിക്കേഷൻ ഇഷ്ടം പോലെ, ക്യാപിലാരിറ്റി, ഓപ്പൺ ട്യൂബ് മാനോമീറ്റർ, യൂട്യൂബ് നാനോമീറ്റർ, ഇങ്ങനെ ഇഷ്ടം പോലെ. പ്രഷർ ഇൻസൈഡ് എ ഡ്രോപ്പ്. വരുമ്പോൾ അടുത്തതും വളരെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്. ഇതുവരെ ക്ലിയർ? ഈസി അല്ലേ? ഈസി. അടുത്തോട്ട്. ഓക്കെ, നമ്മുടെ അടുത്ത ടോപ്പിക്ക് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. എളുപ്പമാണ്, മനസ്സിലാക്കി പഠിക്കുക. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. അതായത് നമുക്ക് എന്റെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഏരിയ ക്രോസ് സെക്ഷൻ ഉള്ള പൈപ്പ്, വ്യത്യസ്ത ഏരിയ ക്രോസ് സെക്ഷൻ ഉള്ള ഒരു പൈപ്പ് എടുത്തു. നിങ്ങൾക്ക് അത് വ്യക്തമായിട്ട് കാണാം. ഇത് ഒരേ രീതിയിലുള്ള പൈപ്പല്ല. എയും ബിയും രണ്ട് വ്യത്യസ്ത ഏരിയ ക്രോസ് സെക്ഷൻ ഉള്ള പൈപ്പാണ് എയും ബിയും. എയുടെ അവിടുത്തെ ഇതിനകത്ത് ഒരു സ്ട്രീം ലൈൻ ഫ്ലോ ആണെന്ന് നിങ്ങൾ കൺസിഡർ ചെയ്യുക. ഈ പൈപ്പിനകത്ത് ഏത് ഫ്ലോ ആണ്? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ട്രീം ലൈൻ ഫ്ലോ ആയിട്ട് ഞാൻ പറഞ്ഞതാണ്. സ്ട്രീം ലൈൻ ഫ്ലോ, ടർബുലന്റ് ഫ്ലോ, റെയ്നോൾഡ്സ് നമ്പർ, ക്രിട്ടിക്കൽ വെലോസിറ്റി, ഇതുമായിട്ട് ചേർത്ത് വെച്ച് പഠിക്കേണ്ടതാണ്. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞതാണ്, ഓർത്ത് വെച്ചേക്കുക. അന്നേരം എയും ബിയും രണ്ട് വ്യത്യസ്ത ഏരിയ ക്രോസ് സെക്ഷൻ ഉള്ള പൈപ്പാണ്. അതിനകത്ത് എയുടെ എന്ന് പറയുന്ന സെക്ഷന്റെ ഏരിയ എന്ന് പറയുന്നത് A1, അവിടെ ഒഴുകുന്ന വെലോസിറ്റി, അവിടെ ഒഴുകുന്ന വെള്ളത്തിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് V1, അവിടുത്തെ ക്വാണ്ടിറ്റി ഓഫ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് Q1. ഉറപ്പായിട്ടും ബിയിൽ ഒരു വ്യത്യാസം കാണും. അവിടുത്തെ ഏരിയ ക്രോസ് സെക്ഷൻ A2 ചെറുതായിട്ടായിരിക്കും കാണുന്നത്. അവിടുത്തെ വെലോസിറ്റി V2, അവിടുത്തെ ക്വാണ്ടിറ്റി ഓഫ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് Q2. അന്നേരം എ ബി രണ്ട് വ്യത്യസ്ത ഏരിയ ക്രോസ് സെക്ഷൻ ഉള്ള പൈപ്പ്. അവിടുത്തെ ഏരിയ A1, വെലോസിറ്റി V1, അവിടുത്തെ ക്വാണ്ടിറ്റി ഓഫ് ഫ്ലൂയിഡ് Q1. ബിയുടെ അവിടുത്തെ ഏരിയ A2, വെലോസിറ്റി V2, അവിടുത്തെ ക്വാണ്ടിറ്റി ഓഫ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് Q2. ഓക്കെ, ഇനി ഏത് ഫ്ലോയെ കൺസിഡർ ചെയ്യുന്ന സ്ട്രീം ലൈൻ ഫ്ലോയെ ത്രൂ ഔട്ട് കൺസിഡർ ചെയ്യുക. സ്ട്രീം ലൈൻ ഫ്ലോ അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ടെർബുലന്റ് ഫ്ലോ എന്ന് പറഞ്ഞാൽ ഡിസോർഡർ ആണ്, ഇറഗുലർ ഫ്ലോ ആണ്. അത് നമ്മൾ സ്റ്റഡി ഫ്ലോ എടുക്കുക. ഓക്കെ, ഇവിടുത്തെ ഏഴ് അവിടുത്തെ ക്വാണ്ടിറ്റി ഓഫ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് Q1 ആണ്. സിമ്പിൾ ആയിട്ട് ഇങ്ങനെ കണ്ടുപിടിക്കാം. ഒരിടത്തെ ക്വാണ്ടിറ്റി ഓഫ് ഫ്ലൂയിഡ് കണ്ടുപിടിക്കണമെങ്കിൽ അവിടുത്തെ ഏരിയയും അവിടുത്തെ വെലോസിറ്റിയും അവിടുത്തെ ഡെൻസിറ്റിയും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അവിടുത്തെ ഏരിയ, അവിടുത്തെ വെലോസിറ്റി, ഇവിടുത്തെ ഡെൻസിറ്റി. ഇവിടെ ഡെൻസിറ്റി കാണുന്നില്ലല്ലോ. ഡെൻസിറ്റി ഡിനോമിനേറ്റർ റോ ആണ്. നിങ്ങൾ ആലോചിക്കുക, ഇവിടെ ഈ പൈപ്പിലൂടെ ഈ സൈഡിലൂടെ ഞാൻ വെള്ളം കൊടുക്കും, വെള്ളം ഒഴിക്കും. ഇപ്പുറത്തെ സൈഡിലൂടെ ഇറങ്ങുന്നത് മണ്ണെണ്ണ ആയിരിക്കും, അല്ലെങ്കിൽ പെട്രോൾ ആയിരിക്കും? ഒരിക്കലല്ലോ. വെള്ളം ഒഴിച്ചാൽ വെള്ളം തന്നെ തിരിച്ചു വരത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഈസ് കോൺസ്റ്റന്റ്, റിമൈൻസ് കോൺസ്റ്റന്റ് ത്രൂ ഔട്ട് ദി ഫ്ലോ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡെൻസിറ്റി എന്താണ്? കോൺസ്റ്റന്റ് ആണ്. അത് ഓർത്തിരിക്കണം. അന്നേരം വെള്ളം ഒഴിച്ചാൽ വെള്ളം മാത്രമേ വരുത്തുള്ളൂ. വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ മണ്ണെണ്ണ ഇപ്പുറത്തെ വശത്തോട് വരുത്തില്ലല്ലോ, മാജിക്കൊന്നുമില്ല. അന്നേരം ക്വാണ്ടിറ്റി കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ എയുടെ അവിടുത്തെ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഏരിയ
A1 അവിടുത്തെ വെലോസിറ്റി V1 അവിടുത്തെ ഡെൻസിറ്റി ρ1 ρ2 എന്ന് എഴുതുന്നത് ρ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബി അവിടുത്തെ പെട്ടെന്ന് പറഞ്ഞു Q2 is equal to A2 V2 ρ. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ ഒരു സ്റ്റഡി ഫ്ലോ ആണെങ്കിൽ ക്വാണ്ടിറ്റി ഏകദേശം എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഒരു സ്റ്റഡി ഫ്ലോ, ഞാൻ പറഞ്ഞ സ്റ്റഡി ഫ്ലോ എന്ന് പറയുന്നത് എന്താ? സ്ട്രീം ലൈൻ ഫ്ലോ ആണെങ്കിൽ ക്വാണ്ടിറ്റി ഓഫ് ലിക്വിഡ് എന്ന് പറയുന്നത് സെയിം ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ, A1 V1 ρ ഈക്വൽ സെയിം ആണെങ്കിൽ A2 V2 ρ. ഒരു ജനറൽ ആയിട്ട് എഴുതുവാണെങ്കിൽ AV ρ. സംശയമുണ്ടോ? ഇത് നമ്മൾ ആദ്യം ഇതായിട്ട് കൺസിഡർ ചെയ്തത് AV ρ, അടുത്തത് A1 V1 ρ, അടുത്തത് A2 V2 ρ, അടുത്തത് A3 V3 ρ. റോ എല്ലായിടത്തും കോൺസ്റ്റന്റ് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. ഒരു സ്റ്റഡി ഫ്ലോ ആണെങ്കിൽ Q1 ഉം Q2 അവിടുത്തെ ക്വാണ്ടിറ്റി എന്ന് പറയുന്ന എല്ലാം എന്താണ്? കോൺസ്റ്റന്റ് ആണ്. A1 V1 റോ ഈസ് ഈക്വൽ A2 V2 റോ. ജനറൽ ആയിട്ട് ഒരു ഇക്വേഷൻ എടുക്കുന്നേ ഉള്ളൂ, AV റോ ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. എല്ലായിടത്തും റോ 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 എല്ലാം ക്യാൻസൽ ആക്കാം. രണ്ടിടത്ത് മാത്രം എടുക്കുക. A1 V1 ഈസ് ഈക്വൽ ടു A2 V2 ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. ജനറൽ ആയിട്ടുള്ള ഞാൻ എഴുതിയിട്ടില്ല. ഇത്രയേ ഉള്ളൂ 2 മാർക്ക് അല്ലെങ്കിൽ 3 മാർക്ക് ക്വസ്റ്റ്യൻ. വളരെ ഇമ്പോർട്ടന്റ്, വളരെ ഈസി ക്വസ്റ്റ്യൻ. ഇത് എന്തുകൊണ്ടാണ് ഇക്വേഷൻ കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞത്? ഇക്വേഷൻ കണ്ടിന്യൂറ്റി എന്ന് എന്തുകൊണ്ടാണ് പറയുന്നത് അറിയോ? A1 V1, അടുത്ത A2 V2, അടുത്ത തന്നെ A3 V3, അടുത്ത A4 V4, രസമുണ്ടല്ലേ? അടുത്ത A5 V5, ഇങ്ങനെ പോകും. ഇതൊരു ചേഞ്ച് ചെയ്യാനായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നതാണ് അതിനെ ഇക്വേഷൻ കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. 3 മാർക്കിലെ 2 മാർക്കിലെ സിമ്പിൾ ആയിട്ട് കിട്ടുന്നതാണ്. ഇതാണ് ഇക്വേഷൻ കണ്ടിന്യൂറ്റി. ഓർത്തിരിക്കേണ്ട ഇത്രേ ഉള്ളൂ. 2 വ്യത്യസ്ത ഏരിയ ക്രോസ് സെക്ഷൻ ഉള്ള പൈപ്പ് എടുക്കുക. അതിന്റെ ഏരിയ A1 V1, അതിന്റെ ഡെൻസിറ്റി റോ ആണ്, ക്വാണ്ടിറ്റി Q1 ആണ്. മറ്റേടത്ത് A2 V2, ക്വാണ്ടിറ്റി Q2, അവിടുത്തെ ഡെൻസിറ്റിയും റോ തന്നെയാണ്, സെയിം ആണ്. ഡെൻസിറ്റി ഈസ് കോൺസ്റ്റന്റ് ത്രൂ ഔട്ട് ദി ഫ്ലോ. ഒരിടത്തെ Q1 അവിടുത്തെ കണ്ടുപിടിക്കേണ്ട ക്വാണ്ടിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ A1 V1 റോ, Q2 ആണെങ്കിൽ A2 V2 റോ. For a steady flow it remains constant ആയതുകൊണ്ട് A1 V1 റോ is equal to A2 equal A2 V2 റോ is equal. ജനറൽ ആയിട്ട് എഴുതിയതാണ് AV. കൺഫ്യൂഷൻ വേണ്ട, ഇതില്ലെങ്കിലും കുഴപ്പമില്ല, ഇതില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. AV റോ is equal to a constant. Therefore A1 V1 is equal to A2 V2 is equal to a constant. Clear? Crystal clear. Okay. അപ്പോൾ നമ്മൾ 3 ടോപ്പിക്കാണ് ഞാൻ ഇന്ന് പഠിപ്പിച്ചത്. ബെർണോളിസ് 3 ടോപ്പിക്കാണ് മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ് പഠിപ്പിച്ചത്. ആദ്യം ഞാൻ ഇന്ന് പഠിപ്പിച്ചു തുടങ്ങിയ സർഫസ് ടെൻഷൻ. എല്ലാ ഡീറ്റെയിൽസും 1, 2, 3 വട്ടം നിങ്ങൾ കേട്ട് നന്നായിട്ട് പഠിക്കുക. അതിനുശേഷം ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ്, ഇനി ഒരിക്കലും ഞെട്ടരുത്, ഈ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ പരീക്ഷയിൽ. പിന്നെ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. ഞാൻ കറക്റ്റ് പ്രോപ്പറായിട്ടുള്ള ഒരു പോർഷനിൽ നിന്നല്ല ഞാൻ മെക്കാനിക്സ് ഫ്ലൂയിഡ്സിന്റെ കറക്റ്റ് ഓർഡറിലല്ല ഞാൻ എടുത്തു പോകുന്നത്. കാരണം അങ്ങനെ എടുക്കേണ്ട ഒരു ചാപ്റ്ററില്ല, അതൊന്നും പ്രശ്നമില്ല. ഇപ്പം അടുത്ത ദിവസം ഞാൻ ബെർണോളിസ് സീറോ എടുക്കാം, ബെർണോളിസ് സീറോ എടുക്കാം. അതിനുശേഷം ഞാൻ ക്യാപിലാരിറ്റി എടുക്കാം, ടെർമിനൽ വെലോസിറ്റി എടുക്കാം, ഓപ്പൺ ടു മാനോമീറ്റർ എടുക്കുക, പ്രഷർ ഇൻസൈഡ് ഡ്രോപ്പ് എടുക്കുക. ഇഷ്ടമുള്ള ടോപ്പിക്ക് നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാകുന്ന രീതിയിൽ ഒരു ഓർഡറിൽ എടുത്തിട്ട് നമുക്ക് മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ് അടിച്ച് പൊളിച്ച് പഠിക്കണം, സൂപ്പറായിട്ട് പഠിക്കണം. എന്നിട്ട് വേണം നമുക്ക് ലാസ്റ്റ് ടോപ്പിക്, അത് നമുക്കൊരു 1-2 ക്ലാസ്, 2-3 ക്ലാസ് കൂടെ നല്ല വൃത്തിയായിട്ട് വേണം ഫ്ലൂയിഡ്സ് തീർക്കാൻ. കാരണം ഇനി അടുത്ത ക്ലാസ് നാളെ തന്നെയാണ്. നാളെ തന്നെ അടുത്ത ക്ലാസ് ഉണ്ട്. അതിന് ശേഷം ശനിയാഴ്ച ക്ലാസ് ഉണ്ട്. അങ്ങനെ കുറേ ടോപ്പിക്ക് കയറും. അടിപൊളിയായിട്ട് പഠിക്കുക, ഒരിക്കലും ഉഴപ്പരുത്. പരീക്ഷ പുറകിനുണ്ട്, നല്ല വൃത്തിയായിട്ട് പഠിക്കുക. എപ്പോഴും ഓർക്കണം, നമുക്ക് നല്ല മാർക്ക് കിട്ടണം. +1 +2 കൂട്ടുമ്പോഴാണ് മാർക്ക്. +2 എത്ര കഷ്ടപ്പെട്ട് മാർക്ക് മേടിച്ചാലും +1 മാക്സിമം മാർക്ക് നിങ്ങൾ ഇമ്പ്രൂവ്മെന്റ് മേടിച്ചിരിക്കണം. ഇത് നിങ്ങളുടെ ഏറ്റവും ചാൻസ് ഉള്ള സംഭവമാണ്. ഈ ചാൻസ് കളയുന്നവർ ഡൗൺ ആവും, ചാൻസ് പിടിച്ച് കയറുന്നവർ ടോപ്പ് ആവും. എല്ലാവരും ടോപ്പ് ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, ബൈ ബൈ, സി യു.